തിരുവനന്തപുരം ജില്ലയിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വർക്കല പാപനാശം ബീച്ചിൽ ഇന്ന് തുറക്കുകയാണ്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെയും ബീച്ചിലെ ജലകായിക പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനം ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസാണ് നിർവഹിക്കുക. സംസ്ഥാനത്തെ 7ാമത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് വർക്കല പാപനാശത്തേത്. സുലേഖ ശശികുമാർ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. സുലേഖ, ഗുഡ് മോർണിംഗ്. ക്രിസ്മസ് ദിനാശംസകൾ. ഗുഡ് മോർണിംഗ് കാവ്യ, ഹാപ്പി ക്രിസ്മസ്. വലിയ ആകാംക്ഷയോടുകൂടിയാണ് ഇന്നത്തെ ഈ ഒരു ദിവസത്തെ വർക്കല ബീച്ചും കാത്തിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും തിരുവനന്തപുരത്തിന്റെ ടൂറിസം ഭൂപടത്തിൽ ഒരു പുതിയ അടയാളം കൂടി ഇന്നു മുതൽ വരികയാണ്. വർക്കല പാപനാശം ബീച്ചിൽ ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്, ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. അതോടുകൂടി തിരുവനന്തപുരത്തിന്റെ ടൂറിസം ഭൂപടത്തിൽ ഒരു പുതിയ അടയാളം കൂടി വരും. നമ്മളിപ്പോൾ ഉള്ളത് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ. എനിക്ക് നല്ല പേടിയുണ്ട്, എന്നാലും ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇങ്ങനെ തിരമാലകൾക്കനുസരിച്ച് നമ്മളിങ്ങനെ പൊങ്ങിയും താഴ്ന്നും ഇരിക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ കാണുന്നുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത്തരത്തിൽ ഇത് സംസ്ഥാനത്തെ 7ാമത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ്. വളരെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഒരുക്കിയിട്ടുള്ളത്. നമുക്കിതിൻ്റെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഇവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാവുന്നതാണ്. Yeah, morning. Already we have enough safety jackets for the people who are walking. Already we have made the display before for the safety instructions also in all the languages. Also our staffs will be guiding all over the places, and people can expect the thrill plus safety here. ഇത് തന്നെയാണ് കാവ്യ, ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് 100 മീറ്ററോളം കടലിലേക്ക് 100 മീറ്ററോളം സഞ്ചാരികൾക്ക് നടന്ന കടലിൻ്റെ സ്ഥിതിഗതികൾ, അതായത് കടലിൻ്റെ അനുസരിച്ച് ഇങ്ങനെ താഴ്ന്നും പൊങ്ങിയും കടലിൻ്റെ തിരമാലകൾക്കനുസരിച്ച് നിൽക്കാം എന്ന് തന്നെയാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ പ്രത്യേകത. ഇതിന് ഈ 100 മീറ്ററോളം കടലിൻ്റെ 100 മീറ്ററോളം സഞ്ചാരികൾക്ക് നടന്ന് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൂടെ നടന്ന് ഈ കടലിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയും നേരിട്ട് കണ്ടറിയാൻ സാധിക്കും. ഈ 100 മീറ്ററോളം ഉണ്ട് ഈ കടലിൻ്റെ നീളം എന്ന് പറയുന്നത്. 3 സെൻറ്റിമീറ്റർ വരെയാണ് ഇതിൻ്റെ ഇവിടുത്തെ ഒരു വീതി. നമുക്ക് അവിടെ വരെ നോക്കിയാൽ കാണാം ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് അവിടെ. ആ പ്ലാറ്റ്ഫോം 11 സെൻറ്റിമീറ്റർ നീളവും അതിനൊപ്പം തന്നെ 7 സെൻറ്റിമീറ്റർ വീതിയുമുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. അവിടെ നിന്ന് ഈ കടലിലെ എത്തുന്നവർക്ക് കടലിൻ്റെ കാര്യങ്ങൾ കൃത്യമായി വിനോദസഞ്ചാരികൾക്ക് കടലിലേക്ക് ഇറങ്ങി കടലിൻ്റെ കാര്യങ്ങൾ കൃത്യമായി കണ്ട് മനസ്സിലാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകതയായി കാണുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാനത്തെ 7ാമത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണിത്. നേരത്തെ ബേപ്പൂരിലും ഒപ്പം തൃശ്ശൂരിലൊക്കെ തന്നെയും ഇത്തരത്തിലുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ വിനോദസഞ്ചാരികളുടെയൊക്കെ ശ്രദ്ധ ആകർഷിച്ചതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ വർക്കലയിൽ ഇത്തരത്തിലുള്ള ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വരുന്നത്. ഇന്ന് ഇതിൻ്റെ ഉദ്ഘാടനം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കും. കടലിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന പാലത്തിലൂടെ തിരമാലകളുടെ ചലനത്തിനൊപ്പം സഞ്ചരിക്കാമെന്ന് തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ പ്രത്യേകതയായി നമുക്ക് കാണാൻ കഴിയുന്നത്. 100 മീറ്റർ നീളവും 3 മീറ്റർ വീതിയുമുള്ള പാലങ്ങളാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന 1400 ഹൈ ഡെൻസിറ്റി ഫ്ലോട്ടിംഗ് പോളി എത്തിലീൻ ബ്ലോക്കുകൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇതിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. ഇത് നങ്കൂരമിട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു ഇളകിപ്പോകുമെന്നുള്ള ഭയമൊന്നും ആർക്കും വേണ്ട. ഇത് കൃത്യമായി നങ്കൂരമിട്ട് ഉറപ്പിച്ചിട്ടുള്ളൊരു പാലമാണ്. അതിനൊപ്പം തന്നെ നേരത്തെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ അധികൃതർ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ സേഫ്റ്റി മെഷറൊക്കെ തന്നെ വളരെ കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പോലും ഒരു ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടാണ്. ഈ ലൈഫ് ജാക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പാലത്തിന് മുകളിൽ നമുക്ക് കയറാൻ കഴിയുക. അതിനുശേഷം ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ നിൽക്കുന്ന സമയത്ത് തന്നെ സേഫ്റ്റി ഗാർഡുമാർ ഈ പാലത്തിലുണ്ടാകും. ഇതിന് ചുറ്റും സേഫ്റ്റി ബോട്ടുകളും ഉണ്ടാകും. എന്തെങ്കിലും തരത്തിലുള്ളൊരു അപകടം ഉണ്ടായാൽ ഉടനടി രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി ഈ ബോട്ടിനകത്ത് ആൾക്കാരും ഉണ്ടാകും.
ഇത്തരത്തിൽ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും കൃത്യമായി പാലിച്ച് തന്നെയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ പ്രവർത്തനം നടക്കുക. ഇപ്പോൾ ഞാൻ ഈ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. ലൈഫ് ജാക്കറ്റ് ഇല്ലാണ്ട് ഒരാൾക്കും ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്. അതിനൊപ്പം തന്നെ ലഹരി ഉപയോഗിച്ചിട്ടും മറ്റും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാം എന്നുള്ളൊരു ഉദ്ദേശമൊന്നും ആർക്കും വേണ്ട എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കാരണം അത്തരത്തിലുള്ള ഒരാളെയും ഇവിടെ കയറ്റില്ല. ഒപ്പം നല്ല സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായി പാലിച്ച് മാത്രമാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാൻ കഴിയുക. നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തിൻ്റെ ഈ വിനോദസഞ്ചാര ഭൂപടത്തിൽ ഒരു പുതിയൊരു ഇടം കൂടി അടയാളപ്പെടുത്തുന്നു എന്ന് തന്നെയാണ് കാവ്യ. സുലേഖ, സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെയാണ്, ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ് ഉദ്ഘാടനത്തിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞു. സുലേഖയ്ക്ക് പേടിയുണ്ടെന്ന് ആദ്യമേ പ്രേക്ഷകർക്ക് മുന്നിൽ പറഞ്ഞു കഴിഞ്ഞു. ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറിയ എക്സ്പീരിയൻസ് കൂടി ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെച്ചൂടെ? തീർച്ചയായും നല്ല പേടിയുണ്ട്. കാരണം കടലാണ്, കടലിൽ വീണാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയൊക്കെ തന്നെ. പക്ഷേ ഗാർഡുമാർ, ഇതിൻ്റെ സുരക്ഷാ ഗാർഡുമാർ ഇതിന് ചുറ്റുമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനൊപ്പം തന്നെ പറയേണ്ടി വരുന്ന കാര്യം, ഇതിനൊപ്പം ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിനൊപ്പം തന്നെ വർക്കല ബീച്ചിലെ സ്പോർട്സിനും വാട്ടർ സ്പോർട്സിനും ഇന്ന് തുടക്കമാകും. വാട്ടർ ബൈക്ക് തുടങ്ങിയ സ്പോർട്സ് ഇനങ്ങൾക്കും ഇന്ന് തുടക്കമാവുകയാണ്. ഇതിൻ്റെ ഉദ്ഘാടനം കൂടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. അനുഭവം പറയുകയാണെങ്കിൽ കടലിനൊപ്പം ഇങ്ങനെ കടൽ തിരമാലകൾക്കൊപ്പം ഇങ്ങനെ പൊങ്ങിയും താഴ്ന്നു ഇരിക്കാവുന്നത് തന്നെയാണ്. അത് വലിയൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും അനുഭവിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഇതിനു മുന്നൊക്കെ തന്നെയും കടൽപ്പാലത്തിൽ ഇരുന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കടലിൽ ഒരല്പമെങ്കിലും, കോഴിക്കോട് ബീച്ചിലൊക്കെ അല്പമെങ്കിലും കടലിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ളൊരു എക്സ്പീരിയൻസ് ജീവിതത്തിൽ ആദ്യമാണ്. അതിൻ്റെതായ ഒരു പേടിയും ആകാംക്ഷയും ഒക്കെ തന്നെയുണ്ട്. ഈ ലൈവ് കഴിഞ്ഞാൽ എന്തായാലും ആ പ്ലാറ്റ്ഫോമിലേക്ക് നടക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അത്തരത്തിൽ ഈ ഒരു വലിയൊരു അനുഭവമാണ്. കാരണം കടൽ എന്ന് പറയുന്നത് നമ്മൾ തീരത്തുനിന്ന് മാത്രം കണ്ടൊരു കാര്യമാണ്. ഇനി അതിലേക്ക് നടന്നു പോകുന്നു എന്നുള്ളത് തന്നെയാണ് കാവ്യ. വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. സുലേഖ, ഒപ്പമുള്ള ക്യാമറമാൻ ആരാണ്? അദ്ദേഹം ഇപ്പോൾ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ഉണ്ടോ, അതോ കരയിൽ വളരെ സുരക്ഷിതമായി നിന്നുകൊണ്ടാണോ സുലേഖയെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് പറഞ്ഞു വിട്ടത്? കരയിൽ സുരക്ഷിതമായി നിന്നുകൊണ്ട് തന്നെയാണ് ക്യാമറാമാൻ, സീനിയർ ക്യാമറാമാനാണ് കൈരളിയുടെ കുമാർ, RK കുമാർ, കൈരളിയുടെ സീനിയർ ക്യാമറാമാനാണ്. മനോഹരമായ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നതിൽ കുമാരേട്ടനും നല്ലൊരു പങ്കുണ്ട്. കരയിൽ നിന്ന് സുരക്ഷിതമായി തന്നെയാണ് കുമാരേട്ടൻ ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത്. കാരണം നമുക്കൊരു ലൈഫ് ജാക്കറ്റ് കിട്ടുന്നതിലൊരു താമസം നേരിട്ടിരുന്നു. അതുകൊണ്ടാണ് കുമാരേട്ടൻ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് കയറാതിരുന്നത്. പ്രേക്ഷകരും അത് പറയുന്നുണ്ട്. തീർച്ചയായും ഞാൻ കൊണ്ടുപോകും. ഓക്കെ, എന്തായാലും വളരെ മനോഹരമായ ദൃശ്യങ്ങൾ, പ്രത്യേകിച്ച് സുലേഖ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം ജില്ലയെ ടൂറിസം ഭൂപടത്തിൽ മറ്റൊരു തലത്തിൽ കൂടി അടയാളപ്പെടുത്തുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസം കൂടിയാണ്. കേരളത്തിലെ മറ്റൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വർക്കല പാപനാശം ബീച്ചിലാണ് ഉള്ളത്. ഈ അഡ്വഞ്ചറസ് ടൂറിസം അല്ലെങ്കിൽ ഈ സ്പോർട്സിനൊക്കെ കൂടുതൽ അവസരങ്ങൾ നൽകിക്കൊണ്ട് ഈ ബീച്ചിൽ കൂടുതലായിട്ടുള്ള ക്രമീകരണങ്ങളടക്കം ഏർപ്പെടുത്തുന്നുണ്ട്. എപ്പോഴും ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഒരു നവ്യ അനുഭവമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തിലെ പൊതുവിലെ സാഹചര്യമൊക്കെയും നോക്കുമ്പോൾ നേരത്തെയും നമ്മൾ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ നിരവധി ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഈ നവകേരള സദസ്സിൻ്റെ യാത്രയിലൊക്കെ ബേപ്പൂരിൽ നിന്നൊക്കെയുള്ള അനുഭവങ്ങൾ എല്ലാവരും പങ്കുവെച്ചൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സുലേഖയും സമാനമായി തന്നെ വലിയ പേടിയുണ്ട് എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. എങ്കിൽ കൂടിയും വലിയൊരു പ്രതികരണം ലഭിക്കും, പ്രത്യേകിച്ച് ഈ ബീച്ച് എത്തുന്നവരുടെ ഭാഗത്തു നിന്ന് എന്നതടക്കമുള്ള ഒരു പ്രതീക്ഷയുണ്ട്. അതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നേരത്തെ പങ്കുവച്ചത്. ഒരു നിലയ്ക്കുമുള്ള ഒരു അപകട സാധ്യത അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയും ഉണ്ടാകില്ല. അത് പൂർണ്ണമായും ഒഴിവാക്കി എല്ലാ സുരക്ഷാ മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് മാത്രമാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇപ്പോൾ അവിടേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെ അടക്കം കാത്തിരിക്കുന്നത്.